ലക്ഷദ്വീപിലെ കവരത്തിയിൽ പണ്ടാരഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട സർവേ നടത്താൻ ഉദ്യോഗസ്ഥരെത്തി. സർവേ നടപടികൾക്കെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നു. പണ്ടാരഭൂമി പ്രശ്നത്തിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിട്ടും നടപടികൾ തുടരുകയാണ്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വിവരങ്ങളുമായി ഷപ്ന സേതു ചേർന്നു. ഷപ്ന, ഈ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് നിലനിൽക്കെ ഇത്തരത്തിലുള്ള ഈ ഏറ്റെടുക്കൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകരുത് എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ കളക്ടറെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ വീണ്ടും ഈ ഏറ്റെടുക്കൽ നടപടിയുമായി ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ഇതിനെ വലിയ രീതിയിൽ ചെറുക്കാൻ തന്നെയാണോ ലക്ഷദ്വീപ് ജനതയുടെ തീരുമാനം? ഇവർക്ക് നൽകേണ്ട ഈ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. എങ്ങനെയാണ് ഈ ജനങ്ങളുടെ അവിടെ ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്? സേതുലക്ഷ്മി, ഇന്ന് രാവിലെയാണ് കവരത്തിയിലെ ജംഗ്ഷനിൽ ഇത്തരത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരെത്തിയത്. പോലീസിന്റെ സഹായത്തോടെയായിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ ഈ പണ്ടാരം ഭൂമിയിലെ സർവേ നടത്തുന്നതിന്റെ ഭാഗമായി കവരത്തിയിൽ എത്തുന്നത്. ഇന്നലെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും കളക്ടറെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. പണ്ടാരം ഭൂമി പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ നേരത്തെ ഹർജി നൽകിയ ആളുകൾക്ക് സ്റ്റേ ലഭിച്ചിട്ടുണ്ട്. അവരുടെ ഭൂമി ഒഴിവാക്കിയാണ് ഇന്ന് നടപടിക്കായി സർവേ നടത്താൻ ഉദ്യോഗസ്ഥരെത്തിയത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും കവരത്തിയിൽ വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ വിഷയത്തിനെതിരെ പ്രതികരിക്കുകയാണ്. കവരത്തിയിൽ മാത്രമല്ല മറ്റു ദ്വീപുകളിലും ഇതേ നടപടികൾ തുടരുന്നു. ഇന്നലെ അഗത്തി ദ്വീപിൽ ഇത്തരത്തിൽ സർവേ നടത്താനായി ഉദ്യോഗസ്ഥരെത്തിയിരുന്നു. ഈ സർവേ നടത്തുന്നതും ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. അതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം വന്നത്. അതോടുകൂടി സർവേ നടപടികൾ അഗത്തിയിൽ ഇന്നലെ പിന്നീട് നടന്നില്ല. ഇന്നിപ്പോൾ രാവിലെ കവരത്തിയിൽ ഇത്തരത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരെത്തുകയും സർവേ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ അവർക്ക് ഉദ്യോഗസ്ഥർക്ക് സർവേ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഉദ്യോഗസ്ഥർ മടങ്ങിയിട്ടില്ല. എന്തായാലും ജനങ്ങൾ അവിടെ വലിയ പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. 3117 വീടുകളാണ് ഈ പണ്ടാരം ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ 70 മതസ്ഥാപനങ്ങളുണ്ട്. 5 ദ്വീപുകൾ, 5 ജനവാസ ദ്വീപുകളിലാണ് ഈ പണ്ടാരം ഭൂമി ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് ടൂറിസം, അതുപോലെ സ്കൂൾ, റോഡ് തുടങ്ങിയ വികസനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ജനങ്ങൾ പറയുന്നതനുസരിച്ച് അവിടെ ടൂറിസം വികസനത്തിൻ്റെ പേരിൽ തങ്ങളുടെ വീടും അതുപോലെ കൃഷിസ്ഥലങ്ങളും ഒന്നും നഷ്ടപ്പെടുത്താൻ തങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജനദ്രോഹ നടപടികളിൽ നിന്ന് ഭരണകൂടം പിന്മാറണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും കവരത്തിയിൽ ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും സർവേ നടപടികൾ നടത്താൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ അവരെ ജനങ്ങൾ സമ്മതിക്കുന്നില്ല. ആ രീതിയിലൊരു പ്രതിഷേധം ഉയരുന്നുണ്ട്. നിലവിൽ സർവേ ഉദ്യോഗസ്ഥർ അവിടെ തന്നെ ഉണ്ട്. ഈ ഷപ്ന, ഈ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നീക്കം ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഈ കൂട്ടക്കുടിയൊഴിപ്പിക്കൽ, ഇതിനെതിരെ ഏത് രീതിയിലുള്ള ഒരു നടപടിക്കാണ് അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിനാണ് ലക്ഷദ്വീപ് ജനത ഇപ്പോൾ ഒരുങ്ങുന്നത്? തീർച്ചയായും അവർ ഒറ്റക്കെട്ടായി നിന്ന് ഇത് നിയമപരമായി പോരാടണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നു. നേരത്തെ തന്നെ കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയിട്ടുണ്ട്. കവരത്തിയിലെ ഹെലിപ്പാഡിനടുത്തുള്ള പ്രദേശത്തെ പണ്ടാരഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഹർജി നൽകിയിരുന്നത്. ആ ഭൂമിയിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ച ആളുകളുടെ ഭൂമി ഒഴിവാക്കി മറ്റുള്ളവരുടെ ഭൂമി അളക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് ഉദ്യോഗസ്ഥർ എടുത്തത്. ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ, ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3117 വീടുകളുണ്ട്, അത്തരത്തിൽ കടകളുണ്ട്. ഈ ഭണ്ഡാരഭൂമി 570 ഹെക്ടർ ഭണ്ഡാരഭൂമിയാണ് എന്ന് കളക്ടർ തന്നെ പറഞ്ഞപ്പോൾ തന്നെയാണ് ഇത്രയും 1000-ൽ പരം വീടുകൾ, 70ഓളം ആരാധനാലയങ്ങൾ ഉൾപ്പെടെ കെട്ടിടങ്ങളൊക്കെ ഈ ടൂറിസം നവീകരണത്തിന്റെ പേരിൽ ഒഴിപ്പിക്കപ്പെടും എന്നുള്ളത് ലക്ഷദ്വീപ് ജനതയെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനൊക്കെ പുറമെ 1.5 ലക്ഷത്തോളം തെങ്ങുകൾ മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന് പറയുന്നു. ഇവർക്ക് ഈ അർഹമായ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറയുന്നതല്ലാതെ അതിൽ യാതൊരുവിധ ഉറപ്പുമില്ല. ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നു. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ ഭരണകൂടം ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും ലക്ഷദ്വീപ് ജനത ഇനി വരും ദിവസങ്ങളിലും അവരുടെ പ്രതിഷേധം വലിയ രീതിയിൽ ഉയർത്തും എന്നുള്ളൊരു കാര്യത്തിലും സംശയമില്ല. ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന സേതാണ് വിവരങ്ങൾ നൽകിയത്. ലക്ഷദ്വീപിലെ ഭൂമി